ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഈദ് ആയതുകൊണ്ട് ഒരു ഈദ് റിലേറ്റഡ് ക്രാഫ്റ്റ് വീഡിയോ ആണ് ചെയ്തത്. ഞാനത് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇൻട്രോ എടുക്കണേ. അത് നല്ലോണം കൊള്ളാം, എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാനത് മാറ്റി ചെയ്തു. സോ എന്തായാലും ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 20x20 സെൻറ്റിമീറ്ററിലൊരു പേപ്പറാണ് എടുത്തത്. അത് ഇങ്ങനെ 6ഉം ഈ ഒരു ഏരിയ 6 സെൻറ്റിമീറ്റർ ആണ്. ഇതിങ്ങോട്ട് ഇത് 8 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെ ഡിവൈഡ് ചെയ്ത് 6ഉം 8ഉം 6ഉം. എന്നിട്ട് ഇങ്ങനെ ബോക്സ് വരഞ്ഞിട്ട് ഇവിടെ ഓരോ 1.5 ഡിഫറൻസിൽ ഓരോരോ ലൈൻസ് ഇട്ട് കൊടുത്ത്, ഇത് 1.5 1.5 അങ്ങനെ അങ്ങോട്ട്, അങ്ങനെ 2 ഭാഗത്ത് ഇട്ട് കൊടുത്ത്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഞാനിതിങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെയും ഞാൻ 1.5 ഡിസ്റ്റൻസിൽ ഇങ്ങനെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലൂടെ ഇങ്ങനെ മടക്കി കൊടുക്കാം. ഇതിങ്ങനെ മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ പശയാക്കണം. എന്നിട്ട് അത് ഇങ്ങനെ വെച്ചിട്ട് ഇട്ടിച്ചു കൊടുക്കുക. അപ്പം ഫ്രെയിമിൻ്റെ ഒരു ഭാഗം ഓക്കെ. അതുപോലെ ഈ ഒരു ഭാഗത്തും ചെയ്യാം. ഇനി ഇതിൻ്റെ ഇവിടെ ഗ്ലൂ ചെയ്ത് കൊടുക്കാം. അതേപോലെ ഇനി ഈ 2 സൈഡും കൂടെ ഇങ്ങനെ ഗ്ലൂ ചെയ്ത് കൊടുക്കാം. ഇത് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്കൊരു പേപ്പർ വെക്കണം. ഓക്കെ. ഇനി ഇങ്ങനത്തെ ഡോയിലി പേപ്പറിൻ്റെ ഒരു ചെറിയ പീസ് എടുക്കാം. അത് എന്നിട്ട് ഇവിടെ സ്റ്റിക്ക് ചെയ്യാം. ഞാൻ ഓൾറെഡി കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിവിടെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യാം. ഓക്കെ. ഇനി ഇതുപോലെ ചെറിയൊരു പേപ്പർ വേണം. അതൊന്നിങ്ങനെ മടക്കി കൊടുക്കാം.
എന്നിട്ട് ഇവിടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കളയാം. ഞാൻ ഇതുപോലത്തെ 5 എണ്ണം ഇപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൽ നമുക്കിങ്ങനെ ക്ലൗഡൊക്കെ വെക്കണം. അപ്പോൾ അതൊന്ന് ജസ്റ്റ് പൊങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പേപ്പർ കൊണ്ട് ഒരു 3D എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നിങ്ങനെ വെക്കാം. ഇതിവിടെ സ്റ്റിക്ക് ചെയ്തിട്ട് വേണം ഇതിൻ്റെ അകത്ത് വെക്കാൻ. ഇതിൻ്റെ ബാക്കിൽ ഞാനിങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. ഇത് ഞാൻ പ്രിൻ്റ് എടുത്ത ക്ലൗഡാണ് കേട്ടോ. ഇതേപോലെ ലേസർ പ്രിൻ്റ് എടുത്തതാണ്. ഇത് 220 GSM-ലാണ് കേട്ടോ എടുത്തത്. ഇത് ആദ്യം ഒന്നിങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് സ്റ്റിക്ക് ചെയ്താൽ മതി. ഇനി ഇങ്ങനൊരു പേപ്പർ എടുക്കുക. വൈറ്റ് പേപ്പറിൻ്റെ മേലെ ബ്ലൂ കളർ പേപ്പർ ഒട്ടിച്ച് അകത്ത് വെച്ച അതേ കളറാണത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഡോയിലി പേപ്പർ ഒട്ടിച്ചെടുക്കാം. ഇങ്ങനെ ഈ ഒരു സ്റ്റിക്കർ കൂടെ ഒട്ടിച്ചെടുക്കാം. ഇനി ഫ്ലവറിൻ്റെ ഷേപ്പിൽ ഒരു 5 എണ്ണം പഞ്ച് ചെയ്തെടുക്കാം. ഇതിൽ പശയാക്കിയിട്ടുണ്ട്. ഇനി ഈ എതളിന് ആൾട്ടർനേറ്റീവ് ആയിട്ട് അടുത്തതിൽ വെച്ച് കൊടുക്കുക, ഓപ്പോസിറ്റ് ആയിട്ട്. ഇത് ഞാൻ 3 അതേപോലത്തെ ഫ്ലവർ ഒട്ടിച്ചു കൊടുത്തതാണ്. ഇതിന് ബഡ് പോലെ തോന്നാൻ ഒരു മുത്തോടെ ഒട്ടിക്കുന്നുണ്ട്. ഇവിടെ ഞാനൊരു ഹോളിട്ട് കൊടുത്തിട്ടുണ്ട് പേപ്പർ പഞ്ച് കൊണ്ടിട്ട്. ഇനി ഇങ്ങനത്തെ 2 സർക്കിൾ വേണം. ഇതിൽ ഈ ഒരു പഞ്ചിൻ്റെ ആ ഒരു പേപ്പറിൽ അതിൻ്റെ റെഫറൻസ് വെച്ചിട്ട് ഒന്ന് വരഞ്ഞെടുക്കാം.
കണ്ടില്ലേ? ഇത് ഞാൻ ഈ ഒരു ഷാഡോ ഫ്രെയിമിന് ഫ്രണ്ട് പേപ്പർ വെക്കുമ്പം പേപ്പർ ഹിഞ്ച് മെക്കാനിസം വെച്ചിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ ചെയ്തത്. പിന്നെ ഇതിൽ കുറച്ച് ചേഞ്ചസ് ഞാൻ വരുത്തിയിട്ടുണ്ട്. ഇവിടെയുള്ള സ്റ്റിക്കർ ഞാൻ മാറ്റി, ഈ ഒരു സ്റ്റിക്കർ വെച്ച് ബേസ് അങ്ങനെ തന്നെ കൊടുത്ത് ഡോയിലി പേപ്പർ ഒന്ന് ചെറുതാക്കി, പിന്നെ 2 പേളും വെച്ച് കൊടുത്ത്. എനിക്ക് ആദ്യത്തേത് ഒട്ടും ഇഷ്ടമായില്ല, അപ്പം ഞാനത് മാറ്റി. ഈ ഒരു ബ്ലൂ പേപ്പർ നമ്മൾ സ്റ്റിക്ക് ചെയ്യാത്തതുകൊണ്ട് ഇങ്ങനെ പൊന്തിച്ചെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു, അപ്പം ഞാനതെടുത്തിട്ട് മാറ്റി വെച്ച്. ഇനി ഇത് ഞാൻ ഈ ഒരു ലൈൻസിലൂടെ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്യാം. ഓക്കെ, ഇനി ഇത് ഈ ഒരു ഹോളിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ? എന്നിട്ട് നമുക്ക് ബാക്കി ഒരു റൗണ്ട് കൂടെ ഇല്ലായിരുന്നു, 2 സർക്കിൾ കട്ട് ചെയ്തില്ലേ, അതിവിടെ വെച്ചിട്ട് ഗ്ലൂ ചെയ്യണം. ഓക്കെ, ഇനി ഇതിനെ ഇവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാനിവിടെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗോൾഡൻ ഷീറ്റിലൊരു സർക്കിൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് വരുന്നതുകൊണ്ടാണ് ഒരു ഈദ് റിലേറ്റഡ് ക്രാഫ്റ്റ് വീഡിയോ ചെയ്തത്. ഇത് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.